ചിന്തനീയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. നമ്മുടെ ഇതുപോലുള്ള നാടൻ ചായക്കടകളൊക്കെ പന്നി നിന്നുകൊണ്ടിരിക്കും. ഇവിടുന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ പുന്നമട കായലിലെത്താൻ പറ്റും. അവിടെ ആളുകളുടെ ജീവിത രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ്. വള്ളത്തിൽ മാത്രം ചെന്നെത്താൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഇന്ന് റോഡില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവരുടെയൊക്കെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഉൾനാടൻ മത്സ്യബന്ധനമാണ്. പല രീതിയിലുള്ള മത്സ്യബന്ധന രീതികൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ ഞാനതിലെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ പിള്ളേർ വല വീശുന്നൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ആ വല ഞാനൊന്ന് വീശാൻ നോക്കി, പക്ഷേ ഒരു നിവൃത്തിയില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വല എടുത്ത് നോക്കുമ്പോൾ വല നിറയെ ദ്വാരങ്ങളാണ്, കുറേ ഇഷ്ടം പോലെ ദ്വാരങ്ങൾ. പക്ഷേ അതിനോട് ചേർന്ന് തന്നെ ഒരു കുട്ടി ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, രണ്ടുപേരും ഈ കായലിലേക്കാണ് വലയും ബക്കറ്റും ഇടുന്നത്. അപ്പോൾ ഒരു മത്സ്യബന്ധന തൊഴിലാളിയെ അപേക്ഷിച്ച്, ഒരു മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ച് ഈ വീശുന്ന വലയിലെ ദ്വാരങ്ങളാണ് മീൻ ലഭിക്കാൻ ഉതകുന്ന തരത്തിൽ ആ വലയെ മാറ്റുന്നത്. മറിച്ച് ചിന്തിക്കുമ്പോൾ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന ഈ കുട്ടിയുടെ ബക്കറ്റിലാണ് ഈ ദ്വാരങ്ങൾ ഉണ്ടായിരുന്നതെങ്കിൽ അവന് ആ ബക്കറ്റ് വെള്ളം എടുക്കാൻ ഒരു വിധത്തിലും ഉപയോഗപ്പെടാത്ത രീതിയിൽ ഉപയോഗശൂന്യമായ ഒരു വസ്തുവായി മാറുമായിരുന്നു. ഒന്നിൽ നിറയെ ദ്വാരങ്ങൾ പ്രയോജനകരമായ ഒരു അവസ്ഥയിലേക്കും ഒന്നിലുണ്ടാകുന്ന ദ്വാരങ്ങൾ അതിനെ ഉപയോഗശൂന്യമായ അവസ്ഥയിലേക്കും മാറ്റുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നും. അതുപോലെയാണ് നമ്മുടെയും ജീവിതത്തിൽ ചില ആളുകൾക്ക് ചില കുറവുകളുണ്ടെന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ അദ്ദേഹത്തിൻ്റെ കുറവുകളെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അയാളുടെ ഗുണങ്ങളായിരിക്കും. ഒരാളെ അയാളുടെ എല്ലാ കുറവുകളോടെയും അയാളുടെ എല്ലാ ബലഹീനതകളോടെയും സ്വീകരിക്കാൻ കഴിയുന്നതാണ് നല്ലൊരു സ്നേഹത്തിൻ്റെ ഒരു നിറവായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾക്ക് സ്നേഹം എങ്ങനെ ആയിരിക്കണം എന്ന്. കൂട്ടുകാരനെ തന്നെ പോലെ സ്നേഹിക്കാനും സ്വന്തം ജീവൻ നൽകി സ്നേഹിക്കാനും ഒക്കെ പറയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹവും ഇതുപോലെയാണ്. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും ഒക്കെ നമ്മുടെ ഗുണങ്ങളാക്കി മാറ്റി അതിനോടുകൂടി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഉൾക്കൊള്ളുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക്, നിറഞ്ഞ സ്നേഹത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം.